സാഹിത്യലോകത്ത് മതപരമായ ഇതിവൃത്തങ്ങളെയും ആത്മീയ അന്വേഷണങ്ങളെയും അതീവ ഹൃദ്യമായി ആവിഷ്കരിക്കുന്ന നോവലുകൾ വളരെ കുറവാണ്. അത്തരത്തിൽ വേറിട്ടു നിൽക്കുന്ന ഒരു രചനയാണ് ആഷിർ. ജിജോ കുറ്റിക്കാട് ആനന്ദത്തെ അനുഗമിച്ചവൻ എന്നൊരു ടാഗ്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. ബൈബിൾ പശ്ചാത്തലത്തെ കേവലം ചരിത്രരേഖയായി കാണാതെ അതിലെ ഭാവുകത്വത്തെയും മനുഷ്യ നന്മയെയും ആധുനിക വായനക്കാരന്റെ ചിന്തകളിലേക്ക് സംക്രമിപ്പിക്കാൻ ഈ കൃതിക്ക് സാധിക്കുന്നുണ്ട്. ഈ നോവലിന്റെ കേന്ദ്ര ബിന്ദു ആശയപരമായ സംഘർഷങ്ങളും ആത്മീയമായ കണ്ടെത്തലുകളുമാണ്. ഒരുപക്ഷെ ആഷിർ എന്ന യുവ കഥാപാത്രത്തിന്റെ യാത്ര വെറുമൊരു സഞ്ചാരമല്ല, മറിച്ച് സത്യം തേടിയുള്ള ഒരു ആത്മീയ പ്രയാണമാണ്. സംശയങ്ങളും ചോദ്യങ്ങളും നിറഞ്ഞ മനസ്സുമായി അവൻ നടത്തുന്ന യാത്രയിൽ പ്രവാചകന്മാരും റബ്ബിമാരും വഴികാട്ടികളായി എത്തുന്നു. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെയും വളരെ മനോഹരമായി ഈ നോവൽ കോർത്തിണക്കുന്നുണ്ട്. നോവലിന്റെ ഭാഷാരീതി വളരെ ഗഹനവും എന്നാൽ അതീവ സുന്ദരവുമാണ്. ബൈബിൾ വചനങ്ങളെയും തത്വചിന്തകളെയും ജീവിതത്തിന്റെ സാധാരണ അനുഭവങ്ങളോട് ചേർത്ത് പിടിപ്പിക്കാൻ രചയിതാവ് കാണിക്കുന്ന മിടുക്ക് അത് പ്രശംസനീയമാണ്. അതൊരു കേവലപരമായ ഒന്നല്ല കേട്ടോ, അത് കൃത്യമായിട്ടുള്ള ഒരു ഘടനാപരമായ സവിശേഷതയായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കരുണയുടെയും സന്ദേശങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളിലൂടെ അവർ പങ്കുവെക്കുന്ന സംഭാഷണങ്ങളിലൂടെയും വായനക്കാരിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ചും റബ്ബി അഖീബയും ആഷിറും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധത്തിന്റെ ആഴത്തെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എല്ലാം ഒരു പ്രതീകമാണ്. അത് നമുക്ക് നേരിട്ട് കാണിച്ചു തരികയാണ് അതിലൂടെ ചെയ്യുന്നത്. യുവതലമുറ നേരിടുന്ന ആത്മീയമായ ശൂന്യതയെയും സംശയങ്ങളെയും അഭിസംബോധനം ചെയ്യുന്ന ഒരു കൃതിയായിട്ട് നമുക്ക് ഈ ആഷിറിനെ കാണാൻ കഴിയും. ഈ ആഷിർ എന്ന കഥാപാത്രം ഓരോ വായനക്കാരന്റെയും പ്രതിനിധിയാണ്. സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന, ആനന്ദത്തെ അന്വേഷിക്കുന്ന ഏതു മനുഷ്യനും ഈ നോവലിൽ തനിക്കുള്ള ചില ഉത്തരങ്ങൾ കണ്ടെത്താനാകും. കേവലം ഒരു കഥ എന്നതിലുപരി ആത്മപരിശോധനയ്ക്ക് വായനക്കാരനെ പ്രേരിപ്പിക്കുന്ന ഒരു ദാർശനിക തലവും ഈ കൃതിക്കുണ്ട്. ആകെ നോക്കിയാൽ അല്ലെങ്കിൽ ആകെ ഈ ഒരു കൃതിയുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും മനുഷ്യ ജീവിതത്തിന്റെ വികാരങ്ങളെയും സംഘർഷങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു മികച്ച നോവലായിട്ട്, ഒരു മികച്ച കൃതിയായിട്ട് ആഷിറിനെ നമുക്ക് കാണാൻ കഴിയും. തത്വചിന്തയും കഥയും സമന്വയിപ്പിച്ച് വായനക്കാരനെ ഒരു പുതിയ വായനാനുഭവ ലോകം നൽകാൻ ഈ നോവലിന് സാധിക്കുന്നു. ക്രിസ്തീയമായ പശ്ചാത്തലത്തിലുള്ള സാഹിത്യ രചനകളെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വായിക്കാനും ഇഷ്ടപ്പെടാനും കഴിയുന്ന ഒരു കൃതിയാണത്. ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നല്ല കേട്ടോ, ഒരു ഭാഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സങ്കീർത്തനങ്ങളുടെ സഹയാത്രികരാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും, ഏത് തരത്തിലുള്ള വായനക്കാരനക്കും ഈ ഒരു കൃതി അത്തരത്തിൽ പ്രചോദനാത്മകമായിരിക്കും, മാത്രമല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഒരു ചെറിയ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സിനിമാറ്റിക് നോവൽ എന്നോ എല്ലാം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാധാരണ ഭാഷ അല്ലെങ്കിൽ വളരെ ലളിതം എന്നെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് വായിക്കുന്ന ഒരു റീഡബിലിറ്റി ഒരുപക്ഷെ ഇതിന് കിട്ടിയേക്കണമെന്നില്ല. അത് ഇതിൻ്റെ ഘടനാപരമായ സവിശേഷത, ഭാഷാപരമായ സവിശേഷത, അതുപോലെ തന്നെ ഇത് അനുഗമിക്കുന്ന ആ ഒരു പ്രമേയത്തിൻ്റെ സവിശേഷത, ആ എല്ലാം കൊണ്ടും ഒരല്പം ഗഹനമാണ് ഈ കൃതി എന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു വായനാനുഭവം നൽകുന്നതാണ്. ഗൗരവമുള്ള വായനക്കാരനാണ് പ്രത്യേകിച്ച് ഈ കൃതി കയ്യിലെടുക്കാൻ ഏറ്റവും ഉത്തമം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും ഏതു തരം വായനക്കാരനെയും ഇത് സംതൃപ്തിപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ജിജോ കുറ്റിക്കാടിന്റെ ആഷിർ, ആനന്ദത്തെ അനുഗമിച്ചവൻ എന്ന ഈ ഒരു കൃതി അതിന്റെ ബ്ലർബിൽ ഇങ്ങനെ പറയുന്നുണ്ട്: തുഷാര ബിന്ദുക്കൾക്കിടയിൽ തിളങ്ങുന്ന ഒരു മുഖമാണ് ആഷിർ. ശരിയിലേക്ക് നയിക്കപ്പെട്ട സംശയമാണവൻ. അവന്റെ സംശയങ്ങളിൽ അറിവിനുണ്ടായിരിക്കേണ്ട വിനയവും വെടിപ്പുമുണ്ട്. അങ്ങനെ അവൻ ക്രിസ്തുവിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു. കനലെരിയുന്ന യൗവനങ്ങൾക്ക് ആഷിർ ഒരു ദേവദൂതാകട്ടെ. അതെ, കനലിരുന്ന യുവത്വത്തിന് ഇതൊരു സങ്കീർത്തനത്തിൻ്റെ ഒരു പരിശുദ്ധി നൽകട്ടെ. അഭിവാദ്യങ്ങൾ.